യോഹന്നാൻ 3:13 ഇത് യേശുവിൻ്റെ വാക്ക്. പക്ഷേ 2 രാജാക്കന്മാർ 2:11 തോന്നുന്നു. അതിൽ നമ്മൾ വായിക്കുന്നത് 11 വായിക്കുന്നത് ഏലിയാവ് സ്വർഗത്തിലേക്ക് പോയെന്നാണ്. ഇങ്ങനെയൊക്കെയുള്ള വാക്യം വരുമ്പോഴാണ് ഞങ്ങൾ ഉടക്കുന്നത്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് നിരീശ്വരന്മാർ ബൈബിൾ തെറ്റാണെന്നൊക്കെ പറയുന്നത്. യേശു പറഞ്ഞു ആരും സ്വർഗത്തിൽ പോയിട്ടില്ലെന്ന്. പക്ഷേ ഏലിയാവ് സ്വർഗത്തിൽ പോയിരിക്കുന്നത് 2 രാജാക്കന്മാർ 2:11 കൃത്യമായി എഴുതി വെച്ചിരിക്കുക. നോക്കിയോ, സംശയം ഉണ്ടോ? നോക്കിയോ. അതെ മാസ്റ്റർ, ഇതൊക്കെ ഒന്ന് വായിക്കണമെന്നുണ്ടെങ്കിൽ ഒത്തിരി സമയം പോയല്ലോ. അപ്പം ഇതിലേതാണ് ശരി? ഒരേ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. പക്ഷെ ഇത് 2 ശരിയാണ്. അതാണ് എൻ്റെ മർമ്മം. 2 ശരിയാണ്. കാരണം ഒരു സ്വർഗമല്ല. ബൈബിൾ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: ഇൻ ദ ബിഗിനിങ് ഗോഡ് ക്രിയേറ്റ് ദ ഹെവൻസ് ആൻഡ് ദി എർത്ത്. സ്വർഗങ്ങൾ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. സ്വർഗങ്ങൾ. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 12:3 പറയുകയാണ്, ഞാൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. അപ്പോൾ ഏറ്റവും കുറഞ്ഞ 3 സ്വർഗമുണ്ടല്ലോ. 3 സ്വർഗമുണ്ട് അല്ലേ? ഇനി 1ഉം 2ഉം ഏതാണ് നമ്മൾ നോക്കിയാൽ മതി. അപ്പം യേശു പറഞ്ഞ സ്വർഗം 4-ാം സ്വർഗമായിരിക്കും. അവിടെ ആരും കയറിയില്ലല്ലോ. പൗലോസ് കയറിയെങ്കിൽ പൗലോസ് 3-ാം സ്വർഗം വരെ കയറിയുള്ളൂ. അപ്പം 3-ാം സ്വർഗത്തിനപ്പുറം ആരും കയറിയിട്ടില്ല. അല്ലെങ്കിൽ യേശു ഇരിക്കുന്ന സ്വർഗത്തിൽ ആരും കയറിയിട്ടില്ല. അതൊരു 4-ാം സ്വർഗമായിട്ട് വെച്ചിട്ട് നമുക്ക്, അപ്പം യേശു 4-ാം സ്വർഗത്തിൽ, പൗലോസ് 3-ാം സ്വർഗത്തിൽ. അപ്പം 2-ാം സ്വർഗത്തിൽ ആരായിരിക്കും? ഏലിയാവ്. 1-ാം സ്വർഗത്തിൽ ആരായിരിക്കും? വെളിപ്പാട് 12:7 നമ്മൾ വായിച്ചാൽ സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി. എന്നിട്ട് അവിടെ നിന്ന് സാത്താനെ കുടിയിറക്കി. അപ്പോൾ സാത്താൻ ഒരു സ്വർഗമുണ്ട്. എഫെസ്യ ലേഖനം 6:12 നമുക്ക് പോരാട്ടമുള്ള ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനകൾ. അപ്പോൾ 1-ാമത്തെ സ്വർഗം സാത്താൻ്റേതാണ്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമാണ്. അവൻ ഈ ലോകത്തിൻ്റെ ദൈവമായിട്ടാണ് നിൽക്കുന്നത്. അവനുമുണ്ട് സ്വർഗം. ആ സ്വർഗത്തിൽ അവൻ പറയുന്നത്, എന്നെ ഒന്ന് വീണ് നമസ്കരിച്ചാൽ ഇതെല്ലാം നൽകാം. മദ്യം വേണോ? എന്നെല്ലാം നിനക്ക് വേണം. അതെല്ലാം നിൻ്റെ കാൽക്കലോട്ട് ഒഴുകിത്തരാം. ഏതെല്ലാം അതൊക്കെ പറയാൻ തന്നെ എൻ്റെ സഭ്യത അനുവദിക്കുന്നില്ല. ഒരു ബീച്ചിൽ ചില ബീച്ചിൽ ചെല്ലുന്നതിനേക്കാൾ, ചില സ്ഥലങ്ങളിൽ ചെല്ലുന്നതിനേക്കാൾ നിനക്ക് എന്താണോ മോഹിക്കുന്നത് അതെല്ലാം നൽകാമെന്ന് ഈ 1-ാമത്തെ സ്വർഗത്തിലെ ഈ ലോകത്തിൻ്റെ ദൈവമായ പിശാച് ജനങ്ങളോട് പറഞ്ഞ് അവിടേക്ക് ജനങ്ങൾ പോകുകയാണ്. പക്ഷേ അവൻ ഒരു ചുക്കും നൽകിയതെന്ന് നമുക്കറിയാം. അവൻ കൊണ്ടെത്തിക്കുന്നത് നരകത്തിലായിരിക്കും. അവിടെ ഒന്നും ഇവന് കുടിക്കാൻ കിട്ടുകയുമില്ല. ഇനി വി തോമസ് സാർ ഇപ്പോഴെവിടെയാണ് മക്കളെ? 3-ാം സ്വർഗത്തിലാണ്. സ്വർഗീയ പരദീസയിലേക്കാണ്. നിങ്ങൾക്ക് ഉറപ്പിച്ച് പറയാം, സാർ ഇപ്പോഴെവിടെയാണ്? 3-ാം സ്വർഗത്തിലാണ്. ഇനി 4-ാം സ്വർഗത്തിലേക്ക് എപ്പോൾ പോകും? കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരുമ്പോൾ വി തോമസ് സാർ ഉയർത്തി നിൽക്കും. ജീവനോട് ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് യേശുവിനെ എതിരേൽപ്പാൻ 1-ാം സ്വർഗത്തിൽ ചെല്ലും. എന്തിനാ 1-ാം സ്വർഗത്തിൽ ചെല്ലുന്നത്? ഈ മരണത്തിലൂടെ നമ്മളെ വേദനിപ്പിച്ച മോളെ ജസ്റ്റിനെ, നിങ്ങളുടെ പപ്പായുടെ മരണത്തിലൂടെ നിങ്ങളെ വേദനിപ്പിച്ച ഇതിനെല്ലാം കാരണക്കാരനായ സാത്താൻ്റെ 1-ാം സ്വർഗത്തിൽ ചെന്ന് നിന്നുകൊണ്ട്, ഹേ മരണമേ നിന്റെ ജയം എവിടെ എന്ന് പപ്പായുടെ തോളിൽ കൈവച്ചുകൊണ്ട് സാത്താൻ്റെ മുഖത്തേക്ക് നോക്കി വെല്ലുവിളിക്കുവാനാണ് അവിടെ ചെല്ലുന്നത്. അവിടെ നിന്ന് നമ്മൾ സ്വർഗത്തിലേക്ക് പോകും. കേട്ടോ, യാത്ര എളുപ്പം തീർന്നു. എൻ്റെ ശ്രോതാക്കളായ പ്രിയപ്പെട്ടവരോട്, അവിടേക്ക് പോകണമെങ്കിൽ പാപം മോചിക്കണം. യേശു കർത്താവിനെ പാപവിമോചകനായി ഹൃദയത്തിൽ സ്വീകരിക്കണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടണം. പാപത്തോടും ദുരുപദേശത്തോടും വേർപെടണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം. ജീവിതത്തിൽ ക്രമീകരിക്കാൻ ജസ്റ്റിൻ
UTCയിൽ പറഞ്ഞതുപോലെ ആരോടെങ്കിലും വിളിക്കണമെങ്കിൽ, ആരോടെങ്കിലും പിണങ്ങിയിരിക്കണമെങ്കിൽ അടുത്ത നിമിഷം നോക്കരുത്, ഇപ്പോൾ തന്നെ വിളിച്ച് ക്രമീകരിക്കണം. അങ്ങനെയുള്ളവർ മരിച്ചാൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് പോകും, ജീവനോടിരിക്കുന്ന രൂപാന്തരപ്പെടും. യേശുവിൻ്റെ വരവ് അടുത്ത്, പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ വരവ് അടുത്ത്. യേശുവിൻ്റെ വരവിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ഒന്ന് കരം ഉയർത്തിക്കേ. എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, കരം താട്ടിയിട്ടെ. യേശുവിൻ്റെ വരവിൽ വചനപ്രകാരം പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് ആത്മാർത്ഥമായി പറയുവാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് കരമുയർത്തിയാട്ടെ. എന്നിട്ട് ഒരു നിമിഷം കരമുയർത്തി പിടിച്ചാട്ടെ, ഒരു നിമിഷം പ്രാർത്ഥിച്ചാട്ടെ. യേശുവേ, നിന്റെ വരവിൽ ഞാൻ തള്ളപ്പെട്ടു പോകാതിരിപ്പാനും നരകത്തിൽ പോകാതിരിപ്പാനും നിന്നോടൊപ്പം സ്വർഗത്തിൽ കാണുവാനും നിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്ന എനിക്ക് അനുസരിപ്പാനുള്ള കൃപ തരണമേ എന്നെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ കർത്താവേ, അവിടുത്തെ വരവ് അധികം താമസിക്കാതെ സംഭവിക്കും. അന്ന് 2 പേർ കിടക്കയിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ വയലിലായിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. അന്ന് 2 പേർ തിരിക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും, ഒരാൾ എടുക്കപ്പെടും, ഒരാൾ തള്ളപ്പെടും. 10 കന്യകമാരിൽ 5 പേർ തള്ളപ്പെടും. ഞങ്ങളിലാരും തള്ളപ്പെട്ടു പോകാതെ രക്ഷിക്കപ്പെടാനുള്ളവർ രക്ഷിക്കപ്പെടാൻ, സ്നാനപ്പെടാനുള്ളവർ സ്നാനപ്പെടാൻ, അഭിഷേകം പ്രാപിക്കാനുള്ളവർ അഭിഷേകം പ്രാപിക്കാൻ, വേർപെടാനുള്ളവർ വേർപെടുവാൻ, വിശുദ്ധിയോട് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ ചെയ്യുവാനുള്ളവരുണ്ടെങ്കിൽ ക്രമീകരിക്കുവാൻ ഞങ്ങളെ സമർപ്പിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു കാര്യം കൂടി, താലന്ത് കുഴിച്ചിട്ടവനും കർത്താവിൻ്റെ വരയിൽ പോവുകയില്ല. ഡോക്ടർ വി തോമസ് ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം, നമ്മൾ കർത്താവ് നമ്മളോട് പറഞ്ഞ പോലെ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കണമെന്നാണ്. നിങ്ങളോ അന്ധകാരത്തിൽ തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കാനാണ് എന്നെ നിങ്ങളെയും വിളിച്ചത്. അതിനൊരു താലെന്തെങ്കിലും നമുക്കുണ്ടാകും. അതിന് ജോലി വിടണമെന്നില്ല, തൊഴിൽ കളയണമെന്നില്ല, വീട്ടിൽ നിന്ന് പോകണമെന്നില്ല. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവർ അത് ചെയ്തു കൊള്ളട്ടെ. നിങ്ങൾക്ക് ഒരു താലെന്തെങ്കിലും ഉണ്ടാവും യേശുവിനെ കുറിച്ച് പറയാൻ. ആ താലന്ത് കുഴിച്ചിട്ടവനും കർത്താവിൻ്റെ വരവിൽ തള്ളപ്പെട്ടു. ഭയങ്കരമായ ചിന്തയല്ലേ അത്? അതുകൊണ്ട് ദൈവം ഏൽപ്പിച്ച താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാനുള്ളവർ ആ 2 കരങ്ങളും ദൈവസേനയിൽ നിന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ, ഉയർത്തിപ്പിടിച്ചാട്ടെ, ഉയർത്തിപ്പിടിച്ചാട്ടെ. എന്നിട്ട് പ്രാർത്ഥിച്ചാട്ടെ, കർത്താവേ, നിന്റെ വരവെടുത്തിരിക്കുന്ന കാലങ്ങളിൽ എനിക്ക് നൽകിയിരിക്കുന്ന താലന്ത് കുഴിച്ചിടുവാൻ ഇടയാകരുതേ എന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, 5 താലന്തും 2 താലന്തും 1 താലന്തും ഒക്കെ ഞങ്ങൾക്ക് അങ്ങ് നൽകി. ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ അത് പലപ്പോഴും കുഴിച്ചിട്ടു. ക്ഷമിക്കണമേ കർത്താവേ. താലന്ത് കുഴിച്ചിട്ടവനെ ദുഷ്ടനും മടിയനുമായ ദാസനെ എന്ന് പറഞ്ഞ് ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളുമല്ലോ. ഞങ്ങൾക്കത് സംഭവിക്കാതിരിപ്പാൻ അങ്ങയുടെ ഭക്തൻ്റെ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ കഴിഞ്ഞ 40-ലധികം വർഷം കർത്താവിന് വേണ്ടി ഓടിയ അങ്ങയുടെ ഭക്തൻ്റെ ആ മറുശരീരത്തിൻ്റെ മുൻപിൽ ഞങ്ങളെ അങ്ങയുടെ പാദപീഠത്തിൽ സമർപ്പിക്കുകയാണ്. താലന്തുകൾ വ്യാപാരം ചെയ്യുവാൻ മിനിസിസ്റ്ററെയും ജേസിനെയും ആക്കുവിനെയും ജെയിംസ് പാസ്റ്ററെയും സഹോദരിമാരെ കുടുംബങ്ങളായും എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ദൈവം അനുഗ്രഹിക്കും.